ഓക്കെ, ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടർ കേൾക്കാമോ? യെസ്, അഹമ്മദാബാദിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ പ്രദേശമൊക്കെ താങ്കൾക്ക് സുപരിചിതമായിരിക്കും അല്ലേ? മാത്രമല്ല, ഡോക്ടർമാർ അവരുടെ മെൻസ് ഹോസ്റ്റൽ അവിടെയാണ് ഇത് പതിച്ചത്. അതുകൊണ്ട് അവിടെയും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദിലുള്ള അവസ്ഥ എന്താണ്? ഗ്രൗണ്ട് റിപ്പോർട്ട് താങ്കൾക്ക് നൽകാൻ പറ്റുന്നത്? ഇപ്പോ ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മളെല്ലാം അതിന്റെ വൈജ്ഞാനിക വിഭാഗത്തിന്റെ വൃത്തികളെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോ ഞാൻ ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നു. യാത്ര ചെയ്യുകയും എന്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഘാണി നഗർ എന്ന് പറയുന്നത്. ഗുജറാത്തിലെ വളരെ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരു ദിവസം വന്നു പോകുന്ന ആൾക്കാരുടെ കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് രേഖപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിരവധി ആൾക്കാരാണ് അവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. എന്റെ സുഹൃത്തുക്കളെ പലവരെയും ഞാൻ അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരോടും ഞാൻ ഈ വിഷയം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വളരെ സങ്കടകരമാണ്. കാരണം വളരെ തിക്കിൽ പോപ്പുലേറ്റഡ് ആയിട്ടിരിക്കുന്ന പ്രദേശത്ത് ഈ വിമാനം വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും അതുപോലെ തന്നെ മെസ്സിന്റെയും ഏരിയകളിലാണ് ഇത് വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ ഹ്യൂമൻ ലോസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഉള്ളിൽ എത്രത്തോളം നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത്രയും തന്നെ നഷ്ടം ചുറ്റുപാടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ആ കാഷ്വാലിറ്റീസ് പതുക്കെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തായാലും വിമാനത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഈ തീഗോളത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ അഗ്നിയുടെ ഉള്ളിൽ ഹോമിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും പലവരും അതിൽ യാത്ര ചെയ്തതിൽ 2-3 ആൾക്കാർ എന്റെ സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഗുജറാത്തിൽ വന്ന് UK മടങ്ങിപ്പോകുന്ന 2-3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു, അവരുടെയൊക്കെ ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അവരുടെ ബന്ധുക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു വലിയ പ്രത്യേകതയുള്ളത്, നമുക്കിതിന്റെ ശാസ്ത്രവശം വിദഗ്ധർക്ക് മാത്രം അറിയുള്ളൂ എങ്കിലും ഈ വിമാനം പൊന്തിക്കഴിഞ്ഞതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ അത് പോയിക്കൊണ്ടിരുന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് 422-460 അടി താഴത്തോട്ട് വരികയും അതിന്റെ ടെയിൽ എൻഡാണ് ഈ പറയുന്ന ഹോസ്റ്റലിലും മെസ് ഹോളിലും വന്ന് ഇടിച്ചിരിക്കുന്നത്. ആ മെസ് ഹോളിൽ ഇടിച്ചതിന് ശേഷം ഒരുമിച്ചൊരു തീഗോളമായിട്ട് അത് ഉണ്ടാവുകയും ഇപ്പൊ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിന് ചുറ്റുപാടും കാണുന്ന പല പ്രദേശത്തെയും അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ കത്തി അമർന്നിരിക്കുന്ന പോലെയാണ്, ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന പോലെയാണ്. അപ്പൊ എന്തൊരു വലിയ തീഗോളമാണ് അല്ലെങ്കിൽ ചൂടാണ് അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അവിടെ വന്നാൽ നമുക്ക് അവിടുത്തെ പ്രദേശം സന്ദർശിക്കുന്നവർക്ക് കാണാം. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. ഇനിയും നമുക്ക് മണിക്കൂറുകൾ മുന്നോട്ട് ചെല്ലും തോറുമാണ് എത്രത്തോളം കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയുള്ളൂ. ഇനി എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എന്റെ പല സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചു നോക്കി, പലരുമായി ഞാൻ ബന്ധപ്പെടാൻ നോക്കി. ചിലവരൊക്കെ വിളിക്കുന്നുണ്ട്, ചിലവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, എന്നെ കാണാൻ വരുന്ന പരിചയമുള്ള വിദ്യാർത്ഥികളുണ്ട്, ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികളുണ്ട്, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഗുജറാത്തിന്റെ എല്ലാ മെഡിക്കൽ കൗൺസിലുകളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഗുജറാത്തിന്റെ അല്ലെങ്കിൽ എൻറ്റയർ അഹമ്മദാബാദിന്റെ ഒരു മെഡിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഗുണമുണ്ട്, ഇൻജുറി പറ്റിയിട്ട് ആരെങ്കിലും സിവിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സിവിൽ ഹോസ്പിറ്റലിന് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലാണത്. വളരെ വിശാലമായിട്ടുള്ള സ്ഥലം, വളരെ വിദഗ്ധമായിട്ടുള്ള വൈദ്യ പരിചരണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പറയുമ്പോൾ ഒരു ചികിത്സകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്.